ഹായ്. അപ്പോൾ 2020 വേൾഡ് കപ്പ് അടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ന്യൂസിലൻഡുമായിട്ടുള്ള നമ്മുടെ 2020 വേൾഡ് കപ്പിന് മുന്നേയുള്ള അവസാന മത്സരങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2020 ആണ് നടക്കുന്നത്. ഇന്ത്യ ഇന്ന് മൂന്നാമത്തെ കളിയായിരുന്നു. നമ്മൾ 3-0ക്ക് തൂക്കിയിരിക്കുകയാണ്. ഇനി രണ്ടെണ്ണം കൂടിയുള്ളൂ. ഏകദേശം 31-ാം തീയതിയാണെന്ന് തോന്നുന്നു. ട്രിവാൻഡ്രത്ത് വെച്ചൊരു കളിയുണ്ട്. അതുവരെ സഞ്ജു ടീമിലുണ്ടാകുമോ എന്ന് പോലും എനിക്ക് ഉറപ്പില്ല. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. കാര്യം സഞ്ജുവിനെ വേൾഡ് കപ്പിലേക്ക് സെലക്ട് ചെയ്തിട്ടുമുണ്ട്, ഗില്ലിനെ ഒഴിവാക്കിയിട്ട്. എല്ലാത്തിനും തീരുമാനമാകുമെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ സെലക്ട് ചെയ്തിട്ട് മാറ്റുമോ ഈ അവസ്ഥയാണെങ്കിൽ അറിയില്ല. ബട്ട് ഇന്നത്തെ ഞാനത് ഇന്ന് കളി കണ്ടപ്പോൾ തന്നെ ആലോചിച്ചു, സഞ്ജുവിൻ്റെ വിക്കറ്റ് പോകാൻ സാധ്യത ഒരു ഫ്രീ വിക്കറ്റ് പോലെയാണ് സഞ്ജുവിൻ്റെ വിക്കറ്റുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഏറ്റവും വിഷമം ഞാൻ കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ പറയുകയും ചെയ്തു. സഞ്ജു മെയിനായിട്ടൊരു ലെഗ് സ്റ്റംപ് പ്ലെയറാണ്. ലെഗ് സ്റ്റംപിലാണ് പുള്ളിക്ക് ആപ്പടെ കംഫർട്ടായിട്ട് ഷോട്ട് കിട്ടുന്നതും പുള്ളി എടുക്കുന്ന ഷോട്ടും അങ്ങോട്ടൊക്കെ തന്നെയാണ്. പിന്നെ അല്ലെങ്കിൽ എക്സ്ട്രാ കവറിലേക്ക് ഓവർ പിച്ചിലേക്ക് കളിക്കുന്നതാണ്. ബെൻഡിങ് ഷോട്ടോ ഒരു സ്ക്വയർ കട്ടോ അങ്ങനെയൊന്നും പുള്ളി ചെയ്യാറില്ല. തേർഡ് മാൻ പോയിന്റിലേക്കുള്ള ഈവൻ സിംഗിൾസ് പോലും വളരെ റെയറാണ്. പിന്നെ ബാക്കി ഷോട്ടുകളൊന്നും പറയണ്ട. ഇതിൽ തന്നെ പുൾ ഷോട്ട്, ഹുക്ക്, ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ലോഫ്റ്റഡ് ഷോട്ടുകൾ, ഓക്കെ, ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന ഷോട്ടുകൾ. സ്വീപ്പ് ഷോട്ടൊന്നും ഇങ്ങനെ കളിക്കുന്ന കണ്ടില്ല, അത് കംഫർട്ടായിട്ട് കളിക്കുന്ന കണ്ടില്ല. ബട്ട് ഇങ്ങനെയൊക്കെ പോകുന്നു. ബട്ട് ഷോർട്ട് ബോളുകൾ, ഷോർട്ട് പിച്ച് ബോളുകൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫയർ ചെയ്യാനറിയാം. അത് പ്രത്യേകിച്ച് മീഡിയം പേസേഴ്സ് ആണെങ്കിൽ എടുത്ത് അപ്പറിയിടും. അതാണ് പണ്ട് കാലം തുടങ്ങി IPL തുടങ്ങി പുള്ളി ആൾക്കാരെ ത്രസിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ഐറ്റം അതാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. എനിക്കിപ്പോൾ ഇന്നത്തെ കളി കണ്ടപ്പോൾ തോന്നിയൊരു കാര്യം, ഇന്നത്തെയും കഴിഞ്ഞ ദിവസം ആദ്യമായി കളി തുടങ്ങി നമ്മൾ കണ്ടതാണ്. ലെഗ് സ്റ്റംപിൽ തന്നെയാണ് വിക്കറ്റ് പോകുന്നത്. സെക്കൻഡ് കളിയിലും ലെഗ് സ്റ്റംപിൽ തന്നെയാണ് വിക്കറ്റ് പോകുന്നത്. യെസ്, സെക്കൻഡ് ഓർഡർ തന്നെയാണ് പോകുന്നത്. ശരിക്കൊരു ഔട്ട് സ്വിങ് ബോൾ സ്റ്റംപ് തെറിപ്പിച്ചിട്ട് പോകുക, അത് വളരെ റെയറാണ്. ബട്ട് നിർഭാഗ്യവശാൽ ഇപ്പോൾ എന്താ പറയണ്ടേ, ഇപ്പോൾ 2 കളി ഫോം ഔട്ടായി. ഈ കളി എങ്ങനെയെങ്കിലും പുറത്താക്കാൻ വേണ്ടി ഒരു കാരണം കെട്ടാൻ വേണ്ടി ഇരിക്കുവാണ് മൊത്തത്തിൽ ടീം മാനേജ്മെൻറ്റ് ഇതെല്ലാം. അപ്പോൾ വളരെ നല്ലൊരു ബോൾ ചെന്ന് വീണു, അത് തീരുമാനമാക്കി. നമ്മുടെ ഉന്മുക്ത് ചന്ദിൻ്റെ കരിയർ ബ്രെഡ്ലിയുടെ ഒരു ഒറ്റ യോർക്കറിലാണ് തീർന്നതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ കളി ഓർക്കുന്നുണ്ട്. അതിൻ്റെ ഹൈലൈറ്റ്സ് ആയിട്ടാണ് ഞാൻ കണ്ടിരിക്കണം തോന്നുന്നു. അപ്പോൾ ഉന്മുക്ത് ചന്ദും സഞ്ജു സാംസണൊക്കെ ഏകദേശം ഒരേ പ്രൈമിൽ കളിച്ചിട്ടിരുന്ന ആൾക്കാർ, ഒരേ ടൈമിൽ സാംസണേക്കാളും കുറച്ചും കൂടി മേലെ നിന്ന ഒരു കളിക്കാരനാണ്. അവൻ ഇന്ത്യൻ ടീമിൻ്റെ അണ്ടർ-19 ക്യാപ്റ്റനൊക്കെ ആയിരുന്നു. ബട്ട് ആ ഒരു IPL വിചാരിച്ച പോലെ ശോഭിക്കാൻ പറ്റിയില്ല. ബാക്കി അവൻ്റെ ഡൊമസ്റ്റിക് ക്രിക്കറ്റൊക്കെ സൂപ്പറുമായിരുന്നു, ഭയങ്കര റെക്കോർഡ്സൊക്കെ ഉള്ളവനായിരുന്നു. ബട്ട് ഇതാണ് അവൻ്റെ അവസ്ഥ വന്നത്. ഡൽഹിയുടെ കളിക്കാരനായിരുന്നു. അതേപോലെയാണ് സഞ്ജുവിൻ്റെ അവസ്ഥ. ഇനി ഇപ്പോൾ എങ്ങനെയാവുമെന്ന് അറിയില്ല. ബട്ട് സഞ്ജുവിന് ഇത്രയും നാൾ അവസരം കിട്ടിയതിൽ തന്നെ വലിയ അത്ഭുതമുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സഞ്ജു ഒരു എക്സെപ്ഷണൽ പ്ലെയറാണ്, ഹിറ്റിങ്ങിൻ്റെ ഒരു സ്കില്ലുണ്ട്. ബട്ട് അതിനപ്പുറം എത്രയോ ചാൻസുകൾ കിട്ടിയിട്ടുണ്ട്. ഇത്രയും ചാൻസുകൾ കൊടുത്തിട്ടും വലിയ പേരുദോഷം കേൾപ്പിക്കാത്തത് കളി കൊണ്ട് മാത്രമല്ല, ഇന്നത്തെ വേറെയും വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഋഷഭ് പന്ത് സഞ്ജുവിനേക്കാൾ എത്രയോ ടാലൻറ്റഡായ കളിക്കാരെന്ന് അറിയാം. ഇന്ത്യൻ ടീം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും രാഹുലൊക്കെ അടങ്ങുന്ന ഒരു ടീമുണ്ടല്ലോ, രവിശാസ്ത്രിയുടെ കീഴിലുണ്ടായിരുന്നത്, നമ്മുടെ 2020-ലും ടെസ്റ്റിലും വൺഡേയിലൊക്കെ നിന്നിരുന്ന ഒരു ടീം. ആ ടീം എല്ലാ ഫോർമാറ്റിലും ഋഷഭ് പന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും ഒരു കീ പ്ലെയർ അല്ലെങ്കിൽ ഒരു വാക്ക് അതിനകത്തൊരു രവിശാസ്ത്രി അതിനൊരു വാക്ക് പറയും, ഒരു മാജിക്കൽ വേർഡാണ് അതിനകത്ത് പറയുന്നത്. അതായത് ഒരു മാച്ച് ഡിസൈഡിങ് പ്ലെയർ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു വാക്ക് അതിനകത്ത് ഉപയോഗിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ, ഏത് സമയത്തും കളി തിരിച്ചുവിടാൻ കഴിവുള്ള ഒരു പ്ലെയർ, നമുക്ക് അനുകൂലമായിട്ട് ടീമിനെ എത്തിക്കാൻ കെൽപ്പുള്ളൊരു പ്ലെയറാണ് ഋഷഭ് പന്തിനെ കൂട്ടിയിരുന്നത്. ടെസ്റ്റിൽ പുള്ളി പ്രൂവ് ചെയ്തിട്ടുണ്ട്. വൺഡേയിലും പ്രൂവ് ചെയ്തിട്ടിരുന്ന സമയത്താണ് ആ പരിക്ക് പറ്റിയൊക്കെ പുള്ളി പോണത്, ആ ആക്സിഡൻ്റൊക്കെ സംഭവിച്ച് പോണത്. ബട്ട് 20-ൽ പുള്ളി അങ്ങനെ ചെയ്തിട്ടില്ല, വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. എങ്കിലും 20-ലും ഇന്ത്യൻ ടീം ഒരു ഇതൊക്കെ പുള്ളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആ വേൾഡ് കപ്പ് സമയത്തൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അത്രയും നല്ല ഒരു ഡിപ്പെൻഡൻസി, അത്രയും ഇന്ത്യൻ ടീം അത്രയും വലിയ ശക്തരായ ഈ പ്ലെയേഴ്സും കോച്ചും മാനേജ്മെൻറ്റൊക്കെ ഡിപ്പെൻഡ് ചെയ്തൊരു കളിക്കാരനാണ് ഋഷഭ് പന്ത്. ഇന്ന് പുള്ളി അങ്ങനെ എല്ലാ ഫോർമാറ്റിലും ഇപ്പോൾ കളിക്കുന്നൊന്നുമില്ല. ടെസ്റ്റിലുണ്ട്, വൺഡേയിലും അങ്ങനെയില്ല, 20-ൽ ഇല്ലതാണ്. ബട്ട് പുള്ളിക്ക് വേണ്ടി വാദിക്കായിരുന്നു ആരും വന്നിട്ടില്ല, അങ്ങനെ ആരും വരാറുള്ളൂ എന്ന് തോന്നുന്നു. എന്തുകൊണ്ട് പുള്ളി ടീമിൽ നിന്ന് മാറിയിരിക്കപ്പെട്ടു എന്നറിയാമോ? പുള്ളിയുടെ നല്ല സ്കില്ലുണ്ട്. ഒരു ബോളിനെ വളരെ ദൂരത്ത് വെച്ച് തന്നെ അസസ് ചെയ്ത് അതിൻ്റെ പെർഫെക്റ്റ് ഫുഡ് വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ബോളിനെ ദൂരത്ത് വെച്ച് അസസ് ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് പറയുമ്പോൾ ഒരു ബാറ്റ്സ്മാന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഷോട്ട് എടുക്കാൻ പറ്റും. ആ ഷോട്ട് സെലക്ഷൻ പുള്ളിയുടെ ബാറ്റിങ്ങിൽ നമുക്ക് കാണാമായിരുന്നു. എത്ര ഈസി ആയിട്ടാണ്, ഏത് വലിയ ഫാസ്റ്റ് ബോളർ എത്ര ഈസി ആയിട്ടാണ് ഡിഫെൻഡ് ചെയ്തൊക്കെ ഇടുന്നതെന്ന് അറിയാമോ? അപ്പോൾ അത്രയും അസസ്മെൻറ്റ് സ്കില്ലുള്ള ഒരാളാണ്. എന്തൊരു ടീമില്ലാന്ന് പറഞ്ഞാൽ ഇതാണ് പ്രശ്നം, അലസമായിട്ട് ഷോട്ട് കളിക്കും. നല്ല സൂപ്പർവായിട്ട്
ടീമിനെ വിജയത്തിലേക്കും കരിയർ ഡെവലപ്മെൻറ്റ്സിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന നിമിഷത്തിൽ പോലും അത് വേറെ ആർക്ക് ടച്ച് കിട്ടിയില്ലെങ്കിലും പുള്ളിക്ക് ടച്ച് കിട്ടും, പുള്ളി ഫോമാവും, പക്ഷേ വിക്കറ്റ് കളഞ്ഞു വിളിക്കുമായിരുന്നു. അതാണ് പുള്ളിയുടെ ഒരു വിഷയം. അവിടെയാണ് സഞ്ജുവും ഋഷഭ് പന്തുമായിട്ട് വ്യത്യാസം വരുന്നത്. ആ ഒരു കാര്യത്തിൽ ടീം മാനേജ്മെൻറ്റ് സഞ്ജുവിൻ്റെ ഒപ്പമാണ് പല പ്രാവശ്യം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ ഇഷാൻ കിഷനിലേക്ക് വരുമ്പോൾ ഇഷാൻ കിഷൻ ഒരു മോശം കളിക്കാരനല്ല എന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസത്തെ ഇന്നത്തെ കൂടി കളി കൊണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കണം. ഈ ഹേറ്റേഴ്സ്, സഞ്ജു അന്തം ഫാൻസ് അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിന് ഞാൻ അതിനകത്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പെർഫെക്റ്റ് ഷോട്ട് സെലക്ഷൻ അല്ലെങ്കിൽ പുള്ളി എടുക്കുന്ന ഷോട്ടുകളുടെ കോൺഫിഡൻസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സിഗ്നേച്ചറാണ് എടുക്കുന്ന ഓരോ ഷോട്ടിനും കൊടുക്കുന്ന സിഗ്നേച്ചർ, ഫുഡ് വർക്ക്, അതൊക്കെ പെർഫെക്റ്റാണ്. ഒന്നും ഇല്ലാത്ത ഒരാളൊന്നും അല്ലല്ലോ. ഒരു 200 റൺസ്, ഒരു ഡബിൾ 100 വണ്ടയിൽ അടിച്ചിട്ടുള്ള പ്ലെയറും കൂടിയാണ് ഈ ഇഷാൻ കിഷൻ എന്ന് പറഞ്ഞ കളിക്കാരൻ. IPL വേണ്ട വിധം കളിച്ചിട്ടുണ്ട്. വരുന്ന കളിക്കൊക്കെ 10 റൺസ് എടുത്തെങ്കിൽ പോലും ആ 10 റൺസ് എടുക്കുന്ന ആ ഒരു മിടുക്കുണ്ടല്ലോ പുള്ളിയുടെ, ഒരു പേടിപ്പിക്കലോ പരിപാടിയില്ല. എഡ്ജ് ഏരിയൊന്നും അല്ല ഷോട്ട് പോണത്, ക്ലീൻ ഹിറ്റുകളാണ്. അത് എടുക്കുന്ന ഷോട്ടുകൾക്ക് ഫുൾ ബോഡി ഫുഡ് വർക്കിൻ്റെയൊക്കെ സപ്പോർട്ടും ഉണ്ട്. ഓക്കെ, ഈ പറഞ്ഞ ആൾ എന്തുകൊണ്ട് ഇന്ത്യൻ ടീമിൽ നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഉത്തരവാദിത്തമില്ലായ്മയാണ്. അനാവശ്യ ഫോം ആയാൽ പോലും എന്ത് ചെയ്തു അത് നല്ല രീതിയിൽ കൊണ്ടുപോയി ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കില്ല. ടീം മാനേജ്മെൻറ്റിന് കോൺഫിഡൻസ് ഇല്ല. കളിക്കും, ടച്ച് കിട്ടും, എല്ലാ ആൾക്കാർക്കും ടച്ച് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ഇവർക്കൊക്കെ ടച്ച് കിട്ടും. വളരെ ഈ ഋഷഭ് പന്തിൻ്റെ കാര്യം പറഞ്ഞില്ല, ഇഷാൻ കിഷൻ വളരെ നേരത്തെ തന്നെ, അതായത് ഒരു ബോളറിൻ്റെ ബോൾ ഫസ്റ്റ് പിച്ച് ചെയ്യണ സമയത്ത് തന്നെ ആ ബോളിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി ഫുഡ് വർക്ക് അസസ് ചെയ്ത് ഫുഡ് വർക്ക് പ്ലേസ് ചെയ്ത് നല്ല കൃത്യമായിട്ട് ഷോട്ടൊക്കെ എടുക്കാനറിയാം. പക്ഷേ ഇതാണ് വിഷയം. ഒരു കെയർലെസ്, ലക്ഷ്യമില്ല. ഒരു കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നോ ഒരു ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കണമെന്നോ ലക്ഷ്യമില്ല. അവിടെയാണ് വിരാട് കോഹ്ലി എന്ന് പറഞ്ഞ കളിക്കാരൻ്റെ ഒരു സമർപ്പണം എന്ന് പറയുന്നത്. വിരാട് കോഹ്ലി നമുക്കറിയാം, ത്രൂ ഔട്ട് വളരെ സീരിയസ് ആയിട്ട് പുള്ളി ചെയ്യുന്ന കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വളരെ സീരിയസാണ് പുള്ളി. അതിൽ ചിലപ്പോൾ വയലൻ്റ് ആകും. പുള്ളി വയലൻ്റ് ആണെന്നത് പുള്ളിയുടെ ബിഹേവിയർ പ്രശ്നമല്ല. പുള്ളി വളരെ സീരിയസ് ആയിട്ട് പുള്ളി ഏത് കാര്യം 100% കൊടുക്കും. അങ്ങനത്തെ ഒരു ടൈപ്പ് വ്യക്തിയായി കോഹ്ലി എന്ന് പറഞ്ഞത്. അത് പുള്ളിയുടെ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് അറിയാമായിരുന്നു. പുള്ളി ബാക്കി ടീം പുള്ളി ആദ്യം തുടങ്ങി ബാംഗ്ലൂരിൻ്റെ കൂടെയാണ്. അന്ന് തുടങ്ങി ആ ടീമിൽ ആരൊക്കെ വിക്കറ്റ് പോയാലും പുള്ളി അവിടെ നിന്നിങ്ങനെ എരിഞ്ഞ് വരികയില്ലേ, ആ ഒരു പരിപാടിയില്ലേ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സെഞ്ചുറി അടിച്ച കണ്ടോ, ഇങ്ങനെ നിന്ന് കുറച്ച് ഫോമായിട്ട് വരുമ്പോൾ ഒരു വല്ലാത്തൊരു സംഭവമാണ്. ഇങ്ങനെ നിന്ന് കുറച്ച് കഴിഞ്ഞ് ഫോമായി കഴിയുമ്പോൾ പിന്നെ പുള്ളിയുടെ കൺട്രോളിലേക്ക് ആ കളി കൊണ്ടുവരും. അത് എവിടെയോ കിടക്കുന്ന കളിയൊക്കെ ആയിരിക്കും. ജയിക്കാൻ പോയിട്ട് ചിലപ്പോൾ സാധ്യതയൊന്നുമില്ലാത്ത ചില കളികളൊക്കെ പുള്ളി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കരിച്ച് ഇങ്ങനെ ഈ മറ്റേതൊക്കെ ഈ ഫ്യൂവലൊക്കെ ചെയ്യുന്ന പോലെ, കൽക്കരിയൊക്കെ ഇങ്ങനെ ഇതാക്കണ പോലെ ഇങ്ങനെ കൊണ്ടങ്ങോട്ട് തരിപ്പ് കയറ്റിക്കൊണ്ട് വരും പുള്ളി. ആ ഒരു ഭയങ്കര സംഭവമാണ്. ജയിക്കണമെന്നുണ്ട് പുള്ളിക്ക്. എത്ര മണിക്കൂർ ക്രീസ് ചെയ്യുന്നതോ മടിയോ ഇനി വയ്യ, ഇത്ര ആയില്ലേ സ്കോർ, ഔട്ടായേക്കാം, ഒരു ആ ഷോട്ട് എടുത്തേക്കാം. പരീക്ഷണ ഷോട്ടുകൾക്കൊന്നും പുള്ളി എവിടെയും പോയിട്ടില്ല. പുള്ളി എത്രയൊക്കെ ഫോമായി എത്രയൊക്കെ വിജയത്തിനടുത്തെത്തിയെന്ന് പറഞ്ഞാൽ പുള്ളി പരീക്ഷണ ഷോട്ടുകൾക്കൊന്നും പോകാറില്ല. അതാണ് പറഞ്ഞത്, ചെയ്യുന്ന കാര്യങ്ങൾക്ക് 100 ബോൾ ഫേസ് ചെയ്താൽ 100 ബോളിൽ ആത്മാർത്ഥത കാണാം. ആ ആത്മാർത്ഥതയാണ് ഈ പന്തിനും കിഷനും ഇല്ലാത്തത്. കഴിവില്ലാത്തവരല്ല, സഞ്ജുവിനേക്കാളും മേലെ കഴിവുള്ള 2 കളിക്കാരാണ് ഈ കളിക്കാർ. ഇവരെന്തുകൊണ്ട് ടീമിലില്ല എന്നുള്ളതിൻ്റെ ഉത്തരവാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു സംഭവമാണ്. ഇന്ന് കിഷൻ കളിച്ച ഷോട്ട്, കിഷൻ നല്ല സൂപ്പർ. സഞ്ജുവിൻ്റെ വിക്കറ്റ് പോയി, സഞ്ജുവിൻ്റെ വിക്കറ്റ് 0 വയ്ക്കാൻ പറ്റേ പോകുന്നു. ഫസ്റ്റ് ബോളിൽ തന്നെ വിക്കറ്റ് പോയി. 0-1 ഇന്ത്യയുടെ സംഭവം. പെട്ടെന്ന് നോക്കുമ്പോൾ രണ്ടാമത്തെ ഓവറായപ്പോൾ 30 റൺസിൽ അടുത്തെത്തി. കിഷൻ വന്നങ്ങോട്ട് തൂക്കിക്കൊണ്ടിരിക്കുക. ആ ഒരു കോൺഫിഡൻസിൽ പുള്ളി എന്ത് ചെയ്തു, പുള്ളി ഔട്ടായ ബോൾ അങ്ങനെ എടുക്കേണ്ട ഷോട്ടേ അല്ല. പുള്ളി എന്തിനാ ഷോട്ട് കളിച്ചെന്ന് എനിക്കും അറിയില്ല, എനിക്ക് ഇതായിട്ട് മനസ്സിലായിട്ടില്ല, പുള്ളിക്കും മനസ്സിലായിട്ടുണ്ടായില്ല. ആ ഷോട്ട് ഡിഫെൻഡ് ചെയ്തിട്ടാൽ മതി. അല്ലെങ്കിൽ ആ ഷോട്ട് എടുക്കണമെങ്കിൽ പുള്ളി കുറച്ചും കൂടി ഫുഡ് വർക്കിൻ്റെ സപ്പോർട്ട് കൂടി പുള്ളിക്ക് ഈസി ആയിട്ട് സിക്സ് അടിക്കാവുന്ന ബോളേ ഉള്ളൂ. അടിക്കാനുള്ള കൽപ്പ് പുള്ളിക്കറിയാം. ഒരു കാര്യമില്ലാണ്ട് ഒരു അലസമായ ഷോട്ട്, ആ ഷോട്ട് കളിച്ചാൽ തന്നെ നമുക്ക് ഊഹിക്കാം, ഒന്നെങ്കിൽ ഫസ്റ്റ് സർക്കിളിൽ ക്യാച്ച് പോകും, അതല്ലെങ്കിൽ വളരെ റെയർ ചാൻസാണ് ബൗണ്ടറി. 6 ഒന്നും പോയില്ല, 4 പോയെങ്കിൽ പോയി. പക്ഷേ വളരെ റിസ്ക്കാണ് കാര്യം, LBW ആകാനുള്ള ചാൻസും കൂടിയുള്ളൊരു ബോളാണ്. എന്നിട്ട് പുള്ളി വീശിയത് തന്നെ പുള്ളിയുടെ ഈ അലസത കാരണമാണ്. അത് ഈസിയായിട്ട് അവിടെ ബൗണ്ടറി കയ്യിൽ ചെന്നു. ഞാൻ പറഞ്ഞത് ഇത്രയാണ്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള പ്ലെയേഴ്സ്, സഞ്ജുവിനേക്കാളും ടാലൻറ്റഡായ പ്ലെയേഴ്സ് ഉണ്ടായിട്ടും അവർ ടീമിൽ വരാണ്ട് സഞ്ജു ടീമിൽ നിൽക്കുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളിലൊന്നാണ് ഈ കുൽദീപ് യാദവിൻ്റെ കേസ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കുൽദീപ് യാദവ് ഇന്ന് അടിയൊക്കെ മേടിച്ചത്, കുൽദീപ് യാദവിൻ്റെ കാലം കഴിഞ്ഞ പോലെയാണ് ഇപ്പോഴത്തെ കളി പോകുന്നത്. അതായത് പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് എന്നാണ് കുൽദീപ് യാദവിനെ ടീം മാനേജ്മെൻറ്റ് വിശേഷിപ്പിക്കുന്നത്. ആ ഒരു കാര്യം ഇന്ത്യൻ ടീമിന് ആവശ്യമാണ്, ഏത് ടീമിനും ആവശ്യമാണ്. നമ്മൾ ജയിക്കുകയോ ഇല്ലെന്ന് വളരെ ടാലൻറ്റഡായ കുറേ കളിക്കാരെ വെച്ച് കളി നോക്കുന്നതിലല്ല സംഭവം. കാരണം കുറേ ടാലൻസ് ഉണ്ടായിട്ട് കാര്യമില്ല. ഞാനിത് പറയാൻ കാര്യം, പറഞ്ഞു വരുമ്പോൾ വീഡിയോ കുറച്ച് വലുതായി പോകും. 2007 നമ്മൾ T20 വേൾഡ് കപ്പ് എടുത്തു. അതിനുശേഷം IPL തകർത്ത് നല്ല IPL അതിനുശേഷം കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ്ഡായി. അടുത്ത T20 വേൾഡ് കപ്പും ഫേവറേറ്റ് ആയിട്ട് നമ്മളെയാണ് എല്ലാവരും കണക്കാക്കിയിരുന്നത്, ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റിൽ. 2007 വേൾഡ് കപ്പ് എടുത്തു.
പിന്നെ വരുന്നത് IPL നിന്ന് കളിച്ച് തിളങ്ങി എല്ലാവരും കൂടിയാണ് ഇന്ത്യ ടീമിലേക്ക് വന്നത്. യൂസഫ് പത്താൻ ആ സമയമൊക്കെ ഇപ്പോൾ യൂസഫ് പത്താനൊക്കെ വേറെ ലെവലിലേക്ക് വളർന്നു കഴിഞ്ഞാൽ ഒരു 7-8 കിടിലൻ ബാറ്റ്സ്മാന്മാരുമായിട്ടാണ് ഇന്ത്യ എന്ന് ഇറങ്ങുന്നത്. ഇന്ത്യ നിലം തൊട്ടില്ല. ഫസ്റ്റ് ഇതുപോലും കഴിഞ്ഞില്ലാന്ന് തോന്നുന്നു. ഇന്ത്യ അതിന് പുറത്തായി. കാര്യം പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു, ബട്ട് അത്രയും പ്ലെയേഴ്സിൻ്റെ കാര്യമില്ല. അവരവരുടെ ഉത്തരവാദിത്തം എല്ലാവരും ചെയ്യുന്നില്ല. മറിച്ച് കുറച്ച് പ്ലെയേഴ്സ് എല്ലാം അവർ ആത്മാർത്ഥമായിട്ട് കളിക്കും. അത് തന്നെയാണ് 2007 വേൾഡ് കപ്പ് കിട്ടിയത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. ഈ സഞ്ജുവിനെ പോലെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന പ്ലെയേഴ്സ് വേണം. അതാണ് സഞ്ജുവിൻ്റെ ഏറ്റവും വലിയൊരു അസറ്റ്. സഞ്ജു വളരെ നിഷ്കളങ്കനാണ്, വളരെ ആത്മാർത്ഥമായിട്ട് മനസ്സിലൊന്നും വെച്ചിട്ട് എന്നെ സെലക്ട് ചെയ്തില്ലേ എന്നുള്ള അങ്ങനത്തെ ഒരു ടൈപ്പിലൊന്നും വെച്ച് പുള്ളി ബിഹേവ് ചെയ്യുന്ന ഒരു ടൈപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല. സെലക്ട് ചെയ്തതിൽ വലിയ ഡിപ്രഷനും കാണിക്കുന്ന ഒരു ടൈപ്പായിട്ടും തോന്നിയിട്ടില്ല. പുള്ളി ചെയ്യുമ്പോൾ 100% ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. വളരെ ജെന്യുവനായിട്ട് ഇടപെടുന്നുണ്ട്. ഭയങ്കര ഒരു പ്യുവർ ഹാർട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് സഞ്ജുവിന് കുറേ ഫാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. സഞ്ജു ഫാൻസ് എന്ന് പറയുന്നത് കുറേ ഇവിടെയുള്ള ഈ ജെൻസി കിഡ്സ് എന്ന് പറയുന്നത് അവർ ശരിക്കും ജെൻസി കിഡ്സിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അവർ ഭയങ്കര നല്ല രീതിയിൽ ഒരു ദേഷ്യമോ കാര്യങ്ങളൊന്നും ആരോടും വെച്ച് ശീലിക്കാത്ത എല്ലാ ആൾക്കാരോടും ബ്രോ മൈൻഡ് സ്നേഹം കീപ്പ് ചെയ്യുന്നത് നല്ല കാര്യമാണ്. അത് നല്ല കാര്യമാണ്. അവരൊക്കെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ ഒരു സംഭവത്തിലാണ് സഞ്ജുവിൻ്റെ. ഓക്കെ, പക്ഷേ ഇതാണ് ഈ ഒരു സംഭവമൊക്കെ ഓക്കെയാണ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ട്. അത് സഞ്ജു ഉള്ള ടീമൊക്കെ ജയിക്കാൻ സാധ്യതയുണ്ട്. ശ്രീശാന്തിനെ ടീമിലെടുക്കാനുള്ള ഒരു ഗുണം അതായിരുന്നു. അത് 100 ബോൾ എറിഞ്ഞാൽ 100 ആത്മാർത്ഥമായിട്ട് തന്നെ അറിയും പുള്ളി. കളി അങ്ങനെയൊക്കെ അങ്ങനെയുള്ള ആൾക്കാർ വേണം. ഹർഭജൻ സിംഗ് ചെയ്യുന്ന കാര്യം വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടൊക്കെ അതിൻ്റെ ഗുണങ്ങൾ ഇവർക്ക് രണ്ടുപേർക്കും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. സഞ്ജുവിനും ഉണ്ടായിട്ടുണ്ട്. സഞ്ജു നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഒരു വ്യക്തിയും കൂടിയാണ്. ഇതൊക്കെ കൊണ്ടാണ് സഞ്ജു ഇപ്പോഴും പിടിച്ച് നിൽക്കുന്നത്. ബട്ട് എനിക്ക് മറ്റൊരു കാര്യം അത് പറയാനുള്ളത്, സഞ്ജുവിൻ്റെ ഏറ്റവും മെയിൻ ഏരിയകളിലൊന്നാണ് ഈ ലെഗ് സ്റ്റമ്പ് തന്നെയാണ് മെയിൻ ഏരിയ പുള്ളിയുടെ. അവിടെയും പുള്ളി വിക്കറ്റ് കളയുമ്പോൾ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സങ്കടമാണ്. ഒന്നെങ്കിൽ സഞ്ജു ഈ സ്റ്റിഫായിട്ടുള്ള ബോഡി ലാംഗ്വേജ് അങ്ങോട്ട് മാറ്റുക. സഞ്ജു ഭയങ്കര ഈ കൈയൊക്കെ കാണിച്ച് കയറ്റി ഇത്രയും മസിൽ കയറ്റി നിന്ന് ബാറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കേണ്ട രീതിയിൽ ഈ കൈയൊക്കെ വഴങ്ങുമോ? എനിക്ക് സംശയം ഉണ്ട് ആ കാര്യത്തിൽ. കാര്യം ക്രിസ് ഗെയിലിനെ കണ്ടിട്ടാണ് ആ ഒരു പരിപാടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗെയിൽ ഏകദേശം കരിയറിൻ്റെ എൻഡ് സ്റ്റേജിലേക്കൊക്കെ എത്തിയപ്പോഴാണ് ഓടാനൊന്നും വയ്യാത്ത അവസ്ഥ വന്നപ്പോഴാണ് പുള്ളി ഈ പരിപാടി ചെയ്തത്. ഈ മസിലൊക്കെ കയറ്റി നമ്മൾ കാണുന്ന ഗെയിൽ അങ്ങനെ ചെയ്തത്. കാര്യം അതിൻ്റെ ബെനിഫിറ്റ് പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പുള്ളിക്ക് അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു. പുള്ളിക്ക് ബോളിനെ കണക്ട് ചെയ്യാൻ അറിയാം. പുള്ളി വെറും കണക്ഷൻ വെറുതെ കണക്ട് ചെയ്യണ ഒരാളൊന്നുമല്ല. പുള്ളി ഇങ്ങനെ നിൽക്കും, കാണുമ്പോൾ അറിയാമല്ലോ. പുള്ളി ഇങ്ങനെ നിന്ന് പക്കായിട്ട് ഒരു ഈ ഉടുമ്പൊക്കെ അതിൻ്റെ ഇലനെ പിടിക്കുന്ന പോലെ തന്നെ കറക്റ്റ് ബോൾ വരുമ്പോഴാണ് പുള്ളി അതായിട്ട് ക്ലിക്ക് ചെയ്യണത്. അത് ക്ലിക്കെന്ന് പറഞ്ഞാൽ പുള്ളി ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, ബോൾ അവിടെ എത്തും. കാര്യം അത്രയും ഹൈറ്റും ഉണ്ട്. ഒരു ബോളിനെ വളരെ ഫുള്ളായിട്ട് അസസ് ചെയ്യുക, ഒരു പിച്ചിനെ ഒരു ഗ്രൗണ്ടിനെ ഫുള്ളായിട്ട് അസസ് ചെയ്യാനുള്ള ഒരു വിഷൻ എന്ന് പറഞ്ഞാൽ അത്രയും ഹൈറ്റ് റെസൊല്യൂഷൻ പുള്ളിക്ക് ഉണ്ടായിരുന്നു. ഹൈറ്റിൻ്റെതായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് റെസൊല്യൂഷനിൽ പുള്ളിക്ക് ഉണ്ടായിരുന്നു. ഒരു ഐ കോൺടാക്ട് റെസൊല്യൂഷനിൽ പുള്ളിക്ക് ഉണ്ട്. അത് വേറൊരു തലമാണ്. പുള്ളിയുടെ സ്റ്റാൻഡ്സ് ഓക്കെയാണ്. പുള്ളിയുടെ സ്റ്റാൻഡ്സും കൂടി കുറച്ചും കൂടി നല്ല രസമാണ് ഇങ്ങനെ. അപ്പോൾ പുള്ളിക്ക് വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാട് കൂടി തന്നെയാണ് പുള്ളി ഹിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, ക്രിസ് ഗെയിൽ എന്ന് പറഞ്ഞ ആൾ കരിയറിൻ്റെ ആദ്യ സ്റ്റേജിലൊക്കെ ഒരു 2001 അവരിന് വരുന്നത് തോന്നും. ഞാനൊക്കെ പുള്ളീനെ കാണുമ്പോൾ പുള്ളി അന്ന് ഓഫ് സ്റ്റെപ്പിലേക്ക് നല്ല രീതിയിൽ ഷോട്ടുകൾ പ്ലേസ് ചെയ്യും. അത് കട്ട് ഷോട്ടുകളൊക്കെ നല്ല സൂപ്പർവായിട്ട് അയാൾ എടുക്കും. കട്ട് ഷോട്ടുകൾ എടുക്കും. പിന്നെ ചില ബോളുകളൊക്കെ പുള്ളിയുടെ ഈ യൂസിങ് ദ ഫേസ് ഓഫ് ദ ബാറ്റ് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ കമൻട്രി കേൾക്കണ പോലത്തെ നൈസായിട്ട് ഇങ്ങനെ വെച്ച് ബോൾ ബൗണ്ടറിയിലേക്ക് പോകണതാണ്. പുള്ളി ഒന്നും ചെയ്യുന്നുണ്ടായാലും അതായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യണ മാത്രമേ ഉള്ളൂ. കാര്യം അത് ഭയങ്കര അസസ്മെൻ്റ് അയാളുടെ. പുള്ളിയുടെ പവറിനെ പറ്റി പുള്ളിക്കൊരു ധാരണ ഉണ്ടാകാം, അല്ലെങ്കിൽ ആ ബോളിനെ അത് മതി എന്നുള്ള തോന്നലുണ്ടാകും. കാര്യം നമ്മളൊക്കെ അതിശയപ്പെട്ടിട്ടുണ്ട് ആ ബോൾ എങ്ങനെ ഫോർ പോയി എന്നുള്ളത്. കാര്യം പുള്ളി ആ ബാറ്റിനെ യൂസ് ചെയ്യുന്ന രീതികളൊക്കെ പുള്ളിക്ക് നല്ല കാഴ്ചപ്പാടുണ്ട്, ഒരു ബോൾ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളതൊക്കെ. അതുകൊണ്ടാണ് പുള്ളി ഇത്രയും കാലം പിടിച്ചിരുന്നത്. അല്ലാണ്ട് വെറും ഒരു പൊട്ടൻ ഹിറ്റർ അല്ല. ഓക്കെ, വെറുതെ ഒരു 6 അടി വീരനൊന്നും അല്ല ഗെയിൽ. ഈ അടുത്ത കാലത്തൊക്കെ അല്ലേ IPL വന്നിട്ടല്ലേ 6 അടിയിലേക്ക് വലിയ സംഭവമായിട്ട് കാണാം. അതിന് മുന്നേ ഒന്നും അങ്ങനെയൊന്നും ബാറ്റ് വീശിയില്ല. അതിന് പുള്ളി ടെക്നിക്കൽ പ്ലേ തന്നെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ക്രിക്കറ്റിൻ്റെ എല്ലാ ഷോട്ടുകളും പരീക്ഷിച്ച് അത്യാവശ്യം നല്ല ഷോട്ടുകളൊക്കെ എല്ലാം പുള്ളിയുടെ കയ്യിലുണ്ട്. മെയിനായിട്ട് കട്ട് ഷോട്ടുകൾ സൂപ്പർവായിട്ടുണ്ട് അയാളുടെ കയ്യിൽ. അതുകൊണ്ടാണ് കരിയർ അത്രയും ഡെവലപ്പായി നടന്നു പോയത്. ഒരു എത്രയോ സെഞ്ചുറികൾ അടിച്ചിട്ടുണ്ട്. ഒന്നുമില്ലാത്ത പവർ കൊണ്ട് മാത്രമൊന്നും ഹിറ്റ് ചെയ്യുന്ന ആളൊന്നും അല്ലല്ലോ. അങ്ങനെയൊന്നുള്ള ആൾക്കാർക്ക് പറ്റിയല്ല. ഇപ്പോൾ റസലിൻ്റെ കേസൊക്കെയാണ് നമുക്ക് പിന്നെയും പറയാം, പൊളാർഡിൻ്റെയൊക്കെ പിന്നെയും പറയാം. ഗെയിലിൻ്റെ കരിയർ അങ്ങനെയല്ല ബാറ്റിങ്ങിൽ. അപ്പോൾ ഇതാണ് ഞാനത് പറയാൻ ഉദ്ദേശിച്ചത്. ഇനി ഗെയിലിനെ കണ്ടിട്ടാണ് സഞ്ജു ഇങ്ങനെയൊക്കെ മസിൽ റെഡിയാക്കണമെങ്കിൽ ഗെയിൽ ഇത്രയും സംഭവങ്ങൾ ആദ്യകാലം തുടങ്ങി ചെയ്ത് പുള്ളിക്ക് അവസാനമായപ്പോൾ പുള്ളി ചെയ്തൊരു പരിപാടിയാണ് ഈ മസിൽ ബിൽഡിങ്, ആ പവർ ഹിറ്റിംഗ് എന്ന് പറഞ്ഞ പരിപാടിയിലേക്ക് പുള്ളി ഒഫീഷ്യലായിട്ട് പുള്ളി അതിനകത്തേക്ക് കടന്ന് അങ്ങനെ തന്നെയാണ്. സഞ്ജു അതിലേക്ക് ഇപ്പോൾ ഫോക്കസ് ചെയ്ത് വരുമ്പോൾ സഞ്ജുവിൻ്റെ കഴിഞ്ഞ ദിവസമൊക്കെ ഷോട്ട് എന്ന് പറയുന്നത് ഫുഡ് വർക്ക്, ബാക്ക് ഫുട്ടിൻ്റെ സപ്പോർട്ട് കൂടി ചെയ്യേണ്ട ഷോട്ടുകളായിട്ട് എനിക്ക് തോന്നിയത്. അത് കാര്യം അത്ര സ്പീഡുള്ളൊരു ബോളല്ല കഴിഞ്ഞ ദിവസം ആദ്യത്തെ കളിക്കാൻ പറ്റിയ വിക്കറ്റ് പോയതൊക്കെ. അത് ബാക്ക് ഫുട്ടിൻ്റെ സപ്പോർട്ട് കൂടി കുറച്ചുകൂടി ലോഫ്റ്റായിട്ട് ചെയ്ത് വിടാം.
സ്ട്രൈറ്റ് സിക്സ് അടിക്കുക സച്ചിനൊക്കെ ചെയ്യണ നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളതാണ് ആ ഷോട്ടുകളൊക്കെ. മീഡിയം പേസറിലൊക്കെയാണ് സച്ചിൻ കൂടുതലായിട്ടും ബാക്ക് ഫുട്ട് സപ്പോർട്ടോട് കൂടി ലോങ് ഓൺ ഷോട്ടുകൾ ചെയ്യണത്. അതങ്ങനെ ചെയ്യായിരുന്നു. അതൊക്കെ അത് ഈ സഞ്ജു ഇത്ര സ്റ്റിഫായിട്ട് ഇങ്ങനെ മസിൽ പെരുപ്പിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ എടുക്കാൻ പറ്റാത്തതെന്ന് എനിക്കൊരു സംശയമുണ്ട്. പിന്നെ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. എന്താ പറയാനുള്ളത്, പിന്നെ ബാക്കിയുള്ള കളി നമ്മൾ കണ്ടു. സൂപ്പറുമായിരുന്നു. നമ്മുടെ അഭിഷേക് ശർമ്മ എക്സ്ട്രാ ഓർഡിനറിയാണ്. എന്ത് രസമായിട്ടാണ് പുള്ളി സിക്സ് അടിക്കണത്. പുള്ളിയൊക്കെ ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സൂര്യകുമാർ സിക്സ് ഒക്കെ അടിച്ചപ്പോൾ ഗംഭീറൊക്കെ ഇങ്ങനെ അതൊരു അവിടെ നിന്ന് അടുത്തടിച്ചതാണ്.